എസെക്കിയേൽ അധ്യായം 12. കർത്താവിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ധിക്കാരികളുടെ ഭവനത്തിലാണ് നീ വസിക്കുന്നത്. അവർ കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല. എന്തെന്നാൽ അവർ ധിക്കാരികളുടെ ഭവനമാണ്. മനുഷ്യപുത്ര, പ്രവാസത്തിന് വേണ്ട ഭാണ്ഡം തയ്യാറാക്കി പകൽ സമയം അവർ കാണെ തന്നെ പുറപ്പെടുക. പ്രവാസിയെപ്പോലെ സ്വന്തം സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അവർ നോക്കി നിൽക്കെ തന്നെ നീ പോകണം. ധിക്കാരികളുടെ ഭവനമാണെങ്കിലും ഒരുപക്ഷെ അവർ കാര്യം മനസ്സിലാക്കിയേക്കും. നിന്റെ ഭാണ്ഡം പ്രവാസത്തിനുള്ള ഭാണ്ഡമെന്ന പോലെ പകൽ സമയം അവർ കാണെ നീ പുറത്തേക്ക് കൊണ്ടുവരണം. പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ സായംകാലത്ത് അവർ നോക്കി നിൽക്കെ പുറപ്പെടണം. അവർ കാണെ ഭിത്തിയിലൊരു ദ്വാരമുണ്ടാക്കി അതിലൂടെ കടന്നു പോകണം. അവർ നോക്കി നിൽക്കെ തന്നെ നീ ഭാണ്ഡം തോളിലേറ്റി ഇരുട്ടത്ത് പുറത്തു കടക്കുക. നിലം കാണാതിരിക്കാൻ നീ മുഖം മൂടിയിരിക്കണം. എന്തെന്നാൽ നിന്നെ ഞാൻ ഇസ്രായേൽ ഭവനത്തിന് ഒരടയാളമാക്കിയിരിക്കുന്നു. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു. പ്രവാസത്തിനുള്ള ഭാണ്ഡമെന്ന പോലെ എൻ്റെ ഭാണ്ഡം പകൽ സമയത്ത് ഞാൻ പുറത്തു കൊണ്ടുവന്നു. സായങ്കാലത്ത് എൻ്റെ കൈകൊണ്ട് തന്നെ ഭിത്തി തുരന്ന് ഭാണ്ഡം തോളിലേറ്റി അവർ കാണെ തന്നെ ഇരുട്ടത്ത് ഞാൻ പുറപ്പെട്ടു. പ്രഭാതത്തിൽ കർത്താവിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം, ധിക്കാരികളുടെ ആ ഭവനം, നീ എന്താണീ ചെയ്യുന്നത് എന്ന് ചോദിച്ചില്ലേ? നീ അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈ അരുളപ്പാട് ജെറൂസലമിലെ രാജാവിനെയും അവിടെയുള്ള ഇസ്രായേൽ ഭവനം മുഴുവനെയും കുറിച്ചുള്ളതാണ്. നീ അവർക്കൊരടയാളമാണ്. നീ ചെയ്തതുപോലെ അവർക്കും സംഭവിക്കും. പ്രവാസത്തിനും അടിമത്തത്തിനും അവർ വിധേയരാകും എന്നവരോട് പറയുക. അവരുടെ രാജാവ് തൻ്റെ ഭാണ്ഡം തോളിലേറ്റി ഇരുട്ടത്ത് പുറപ്പെടും. അവൻ ഭിത്തി തുരന്ന് അതിലൂടെ കടന്നുപോകും. നിലം കാണാതിരിക്കാൻ അവൻ മുഖം മറച്ചിരിക്കും. എൻ്റെ വല ഞാൻ അവൻ്റെ മേൽ വീശും. അവൻ എൻ്റെ കെണിയിൽപ്പെടും. കൽദായരുടെ ദേശമായ ബാബിലോണിലേക്ക് ഞാൻ അവനെ കൊണ്ടുപോകും. അവനത് കാണുകയില്ല. അവിടെ വെച്ച് അവൻ മരിക്കും. അവന് ചുറ്റുമുള്ളവരെയെല്ലാം, അവൻ്റെ സഹായകരെയും സൈന്യത്തെയും 4 ദിക്കിലേക്ക് ഞാൻ ചിതറിക്കും. ഊരിയ വാളുമായി ഞാൻ അവരെ പിന്തുടരും. ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അവരെ ഞാൻ ചിതറിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് അവർ അറിയും. തങ്ങൾ എത്തിച്ചേരുന്നിടത്തെ ജനതകളുടെ ഇടയിൽ സ്വന്തം മ്ലേച്ഛതകൾ ഏറ്റുപറയാൻ വേണ്ടി വാളിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും അവരിൽ കുറച്ചുപേർ രക്ഷപ്പെടാൻ ഞാൻ ഇടയാക്കും. ഞാനാണ് കർത്താവ് എന്നപ്പോൾ അവർ അറിയും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, വിറയലോടെ അപ്പം ഭക്ഷിക്കുകയും ഭയത്തോടും ഉത്കണ്ഠയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക. ആ ദേശത്ത് വസിക്കുന്നവരോട് പറയുക, ഇസ്രായേലിൽ ജെറൂസലമിൽ പാർക്കുന്നവരെപ്പറ്റി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ വിറയലോടെ അപ്പം ഭക്ഷിക്കും, സംഭ്രമത്തോടെ വെള്ളം കുടിക്കും. എന്തെന്നാൽ അവിടെ വസിക്കുന്നവരുടെ അക്രമം നിമിത്തം അവരുടെ നാട്ടിൽ നിന്ന് എല്ലാം അപഹരിക്കപ്പെടും. ജനനിബിഡമായ നഗരങ്ങൾ ശൂന്യമാക്കപ്പെടും. ദേശം നിർജ്ജനമായി തീരും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവിനോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നാളുകൾ നീളുന്നു, ദർശനം നിറവേറുന്നില്ല എന്ന് ഇസ്രായേലിൽ നിലവിലിരിക്കുന്ന പഴമൊഴിയുടെ അർത്ഥമെന്താണ്? അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ പഴമൊഴിക്ക് വിരാമമിടും. ഇനി അത് ഇസ്രായേലിൽ പഴമൊഴിയായിരിക്കുകയില്ല. എന്തെന്നാൽ സമയമായി, എല്ലാ ദർശനങ്ങളും പൂർത്തിയാകാൻ പോകുന്നുവെന്ന് അവരോട് പറയുക. ഇസ്രായേൽ ഭവനത്തിൽ ഇനി വ്യർത്ഥ ദർശനങ്ങളോ മുഖസ്തുതിക്ക് വേണ്ടിയുള്ള വ്യാജ പ്രവചനങ്ങളോ ഉണ്ടാവുകയില്ല. കർത്താവായ ഞാൻ പറയും,
പറയുന്നവ നിറവേറ്റുകയും ചെയ്യും. താമസമുണ്ടാവുകയില്ല. ധിക്കാരികളുടെ ഭവനമേ, നിങ്ങളുടെ നാളിൽ തന്നെ ഞാൻ സംസാരിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുമെന്ന് ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. കർത്താവ് എന്നോട് വീണ്ടും അരുളിച്ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം പറയുന്നു, ഇവൻ്റെ ദർശനങ്ങൾ അടുത്തെങ്ങും സംഭവിക്കാത്തവയും ഇവൻ്റെ പ്രവചനങ്ങൾ വിദൂര ഭാവിയെക്കുറിച്ചുള്ളവയുമാണ്. ആകയാൽ നീ അവരോട് പറയുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇനി ഒട്ടും വിളംബം സംഭവിക്കുകയില്ല, അവ നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. Chapter 12. Thus the word of the Lord came to me, Son of man, you live in the midst of a rebellious house. They have eyes to see, but do not see, and ears to hear, but do not hear, for they are a rebellious house. Now, son of man, during the day while they are looking on, prepare your baggage as though for exile, and again while they are looking on, migrate from where you live to another place. Perhaps they will see that they are a rebellious house. You shall bring out your baggage like an exile in the daytime while they are looking on. In the evening, again while they are looking on, you shall go out like one of those driven into exile. While they look on, dig a hole in the wall and pass through it. While they look on, shoulder the burden and set out in the darkness. Cover your face that you may not see the land, for I have made you a sign for the house of Israel. I did as I was told. During the day I brought out my baggage as though it were that of an exile, and at evening I dug a hole through the wall with my hand, and while they looked on, set out in the darkness, shouldering my burden. Then in the morning the word of the Lord came to me, Son of man, did not the house of Israel, that rebellious house, ask you what you were doing? Tell them, Thus says the Lord God, This oracle concerns Jerusalem and the whole house of Israel within it. I am a sign for you. As I have done, so shall it be done to them. As captives they shall go into exile. The prince who is among them shall shoulder his burden, and set out in darkness, going through a hole that he has dug in the wall, and covering his face, lest he be seen by anyone. But I will spread my net over him, and he shall be taken in my snare. I will bring him to Babylon into the land of the Chaldeans, but he shall not see it, and there he shall die. All his retinue, his aides, and his troops I will scatter in every direction, and pursue them with the sword. Then shall they know that I am the Lord, when I disperse them among the nations and scatter them over foreign lands. Yet I will leave a few of them to escape the sword, famine, and pestilence, so that they may tell of all their abominations among the nations to which they will come. Thus they shall know that I am the Lord. Thus the word of the Lord came to me, Son of man, eat your bread trembling, and drink your water shaking with anxiety. Then say to the people of the land, Thus says the Lord God of the inhabitants of Jerusalem to the land of Israel, They shall eat their bread in anxiety, and drink their water in horror, that their land may be emptied of the violence of all its inhabitants that now fills it. Inhabited cities shall be in ruins, and the land shall be a waste. Thus you shall know that I am the Lord. Thus the word of the Lord came to me, Son of man, what is this proverb that you have in the land of Israel? The days drag on, and no vision ever comes to anything? Say to them, therefore, Thus says the Lord God, I will put an end to this proverb. They shall never quote it again in Israel. Rather say to them, The days are at hand, and also the fulfillment of every vision. Whatever I speak is final, and it shall be done without further delay. In your days, rebellious house, whatever I speak I will bring about, says the Lord God. There shall no longer be any false visions or deceitful divinations within the house of Israel, because it is I, the Lord, who will speak. Thus the word of the Lord came to me, Son of man, listen to the house of Israel, saying, The vision he sees is a long way off. He prophesies of the distant future. Say to them, therefore, Thus says the Lord God,
None of my words shall be delayed any longer. Whatever I speak is final, and it shall be done, says the Lord God.